കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പോക്സോ കോർട്ട് പ്രോസസ്സ്. അത് നമ്മൾ BNSS അതുപോലെ തന്നെ പോക്സോ ആക്ട് പ്രകാരം എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുവാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട പ്രൊസീജിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോക്സോ കേസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? FIR രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇവിടെ FIR രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ BNSS സെക്ഷൻ 173 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പോക്സോ കേസിൻ്റെ FIR നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ FIR എന്ന് പറയുന്നത് എന്താണ്? FIR മസ്റ്റ് ബി രജിസ്റ്റേർഡ് ഇമ്മീഡിയറ്റ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ FIR എന്ത് ചെയ്യണം? വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്യണം. ഇതിലെ വിക്ടിം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. പെൺകുട്ടിക്കാണ് അപകടം സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഈ FIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം ഡീൽ ചെയ്യേണ്ടത് ആരാണ്? ഒരു ഫീമെയിൽ ഓഫീസറാണ്, സ്ത്രീ ആയിട്ടുള്ള ഒരു ഓഫീസറാണ് എന്ത് ചെയ്യേണ്ടത്? FIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കൂടാതെ ഈ പെൺകുട്ടിക്ക് ഫ്രീ ലീഗൽ എയ്ഡും അതുപോലെ തന്നെ ഒരു മോറൽ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 3 പോയിന്റ്സ് ഓർത്തിരിക്കുക. അപ്പോൾ FIR മസ്റ്റ് ബി രജിസ്റ്റേർഡ് ഇമ്മീഡിയറ്റ്ലി. Second point, by female officer if victim is a girl. Third point, free legal aid and support must be offered the girl എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 2 സെക്ഷൻസ് ആണ് ഓർമ്മ വരേണ്ടത്. ഒന്നാമത്തത് സെക്ഷൻ 184 BNSS അതുപോലെ തന്നെ സെക്ഷൻ 27 ഓഫ് പോക്സോ ആക്റ്റുമാണ് ഇവിടെ ഈ മെഡിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. അപ്പോൾ ഈ പോക്സോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours തന്നെ എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ഡോക്ടർ ഈ പെൺകുട്ടീനെ എക്സാം ചെയ്തിരിക്കണം. എന്ന് മാത്രമല്ല ഈ എക്സാം ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഗാർഡിയൻ അവിടെ മെഡിക്കൽ ചെക്കപ്പിൻ്റെ സമയത്ത് പ്രസന്റ് ആയിരിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ സെക്ഷൻ 184 BNSS അതുപോലെ തന്നെ സെക്ഷൻ 27 പോക്സോ ആക്റ്റുമാണ് മെഡിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ എന്താ പറയുന്നത്? എക്സാം വിത്തിൻ 24 hours പ്രിഫറബിളി ബൈ ഫീമെയിൽ ഡോക്ടർ. സിമിലർലി ഗാർഡിയൻ മസ്റ്റ് ബി പ്രസന്റ് ഡ്യൂറിങ് മെഡിക്കൽ എക്സാമിനേഷൻ എന്നുള്ളതും നോക്കണം. ഇനി അതിൽ വരുന്ന മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ബിഫോർ മജിസ്ട്രേറ്റ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 163 BNSS ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 163 അല്ല, 183 BNSS ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കുട്ടികൾക്ക് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം നമ്മളത് റെക്കോർഡ് ചെയ്യാനായിട്ട്. പ്രത്യേകം പറയുന്നുണ്ട് അതൊരു വീഡിയോ കോൺഫറൻസിങ് വഴിയോ അല്ലെങ്കിൽ പ്രിഫറബിളി വയ വീഡിയോ കോൺഫറൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ളതും പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ ചാർജ് ഷീറ്റാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 193 BNSS ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പോലീസ് മസ്റ്റ് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ 90 days എന്നാണ് പറയുന്നത്. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ പോലീസ് എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതിനുശേഷം ചാർജ് ഷീറ്റ് തയ്യാറാക്കണം. ചാർജ് ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷം അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പോക്സോ കോർട്ടിലേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഫോർവേഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 193 BNSS ആൻഡ് പോലീസ് മസ്റ്റ് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ വിത്തിൻ 90 days ആൻഡ് ചാർജ് ഷീറ്റ് ഫോർവേഡ് ടു സ്പെഷ്യൽ പോക്സോ കോർട്ട് എന്നുള്ളതും പറയുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ പോക്സോ കോർട്ട് ട്രയലാണ്. ഈ സ്പെഷ്യൽ പോക്സോ കോർട്ട് ട്രയൽ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് സെക്ഷൻ 28 അതുപോലെ തന്നെ സെക്ഷൻ 33
പോക്സോ ആക്റ്റുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും നമ്മളുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അക്യൂസ്ഡുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റൂം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, ജനല വാതിൽ മറ്റുള്ള സംഭവം അടച്ചു വയ്ക്കും. അവിടെയുള്ള മറ്റുള്ള വക്കീലന്മാരെയും കക്ഷികളെയും അത് ആ റൂമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മളവിടെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലിങ്ക് വഴി വീഡിയോ ലിങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി അറ്റൻഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ട്, നോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് അക്യൂസ്ഡ് ആൻഡ് യൂസ് ഓഫ് സ്ക്രീൻസ്, വീഡിയോ ലിങ്ക്സ് അലൗഡ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയർ ആണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയർ ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 36 ഓഫ് പോക്സോ ആക്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോ അഗ്രസീവ് ക്വസ്റ്റനിങ്, ചൈൽഡ് വെൽഫെയർ ഓഫീസർ സപ്പോർട്ടിങ്, അപ്പീൽ മസ്റ്റ് ബി ഫയൽഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ടൈം. അപ്പോൾ കുട്ടീനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഒരു ചൈൽഡ് വെൽഫെയർ ഓഫീസർ അവിടെ പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ നമുക്ക് അപ്പീൽ വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പീലാണ്. അപ്പീൽ നമ്മളോട് ഉപയോഗിക്കുന്ന സെക്ഷൻ 420B and SS ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അപ്പീൽ പോകണം എന്നുണ്ടെങ്കിൽ സെക്ഷൻ 420B and SS നമുക്കിവിടെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഇത്രയും സ്റ്റേജുകളാണ് നമ്മളിവിടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെന്ന് പറയുന്നത് FIR FIR ആണ്. രണ്ടാമത്തെ മെഡിക്കൽ എക്സാമിനേഷൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ മജിസ്ട്രേറ്റ്. നാലാമത്തത് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ. ദെൻ നമ്മൾ പറയുന്നു സ്പെഷ്യൽ പോക്സോ കോർട്ട് ട്രയലാണ്. ദെൻ ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയർ. എട്ടാമത്തെന്ന് പറയുന്നത് അപ്പീലാണ്. അപ്പോൾ ഇത്രയും സ്റ്റേജുകൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ദെൻ പുതിയൊരു വീഡിയോവുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലും കുട്ടിക്ക് വേണമെങ്കിൽ സ്കൂളിൽ കൗൺസിലിംഗ് സമയത്ത് വേണമെങ്കിൽ അവിടെയുള്ള കൗൺസിലേഴ്സിനോട് പറയാം, ടീച്ചർമാരോട് പറയാം, അമ്മയോട് പറയാം, അച്ഛനോട് പറയാം, ആർക്ക് വേണമെങ്കിലും ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ വേറെ ആർക്കോ വേണമെങ്കിലും ഈ സംഭവം ഉണ്ടായി എന്നുള്ളൊരു കാര്യം അറിയിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ഒരു കാരണവശാലും അവിടെ പബ്ലിക്കായിട്ട് പോവില്ല. വളരെ രഹസ്യമായിട്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ ആളുടെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു സുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. സോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.